ഹായ് എവരി വൺ. നമ്മൾ ഈ ലെക്ചറിൽ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് അല്ലെങ്കിൽ DFS ഉപയോഗിച്ച് എങ്ങനെ ഒരു ഗ്രാഫിനെ ട്രാവേഴ്സ് ചെയ്യാമെന്നായിരിക്കും പഠിക്കുക. നമ്മൾ ട്രീ എന്ന് പറഞ്ഞൊരു ഡാറ്റ സ്ട്രക്ചർ പഠിച്ചായിരുന്നു. ട്രീ എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്? നമുക്ക് പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ, ഇൻ ഓർഡർ എന്ന് പറഞ്ഞ് 3 ട്രാവേഴ്സൽസ് ഉണ്ടായിരുന്നു ട്രീയിൽ. അതിൽ നമുക്ക് പ്രീ ഓർഡർ ട്രാവേഴ്സൽ നോക്കാം. നമ്മൾ ആദ്യം ആ എലമെൻറ്റിനെ പ്രിൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആ എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിലും റൈറ്റ് സബ് ട്രീയിലും അപ്ലൈ ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ ട്രീയുടെ കേസിൽ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ഗ്രാഫാണ്. ഗ്രാഫും ട്രീയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാഫിൽ സൈക്കിൾ ഉണ്ടാവും. പിന്നെ ട്രീയിൽ ലെവൽ ബൈ ലെവൽ നമുക്ക് തരംതിരിക്കാൻ പറ്റുമായിരുന്നു. ഗ്രാഫിൽ അങ്ങനെ നമുക്ക് തരംതിരിക്കാൻ പറ്റത്തില്ല. ട്രീയിൽ നമ്മൾ അതിൻ്റെ ചിൽഡ്രനെ ആ നോഡിൽ നിന്നായിരുന്നു ആക്സസ് ചെയ്തിരുന്നത്. ഗ്രാഫിൽ ലെവൽ ബൈ ലെവൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു എലമെൻറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ വിസിറ്റ് ചെയ്ത അല്ലെങ്കിൽ നേരത്തെ പ്രിൻ്റ് ചെയ്ത ആ എലമെൻറ്റും ഈ എലമെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് അഡ്ജസൻസി ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. ഇത്രയും ഇഷ്യൂസാണ് നമുക്ക് ഗ്രാഫിൽ ട്രാവേഴ്സ് ചെയ്യുമ്പം വരിക. നമ്മൾ ഒരു എലമെൻറ്റിനെ വിസിറ്റ് ചെയ്ത് അടുത്ത എലമെൻറ്റിലോട്ട് പോവുകയാണ്. അടുത്ത എലമെൻറ്റിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള എലമെൻറ്റ് അല്ലെങ്കിൽ നൈബർ ഏതൊക്കെയാണ്? 1 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അന്നേരം വിസിറ്റ് ചെയ്ത എലമെൻറ്റിനെ വീണ്ടും പ്രിൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ലൂപ്പിൽ റിക്കർഷൻ പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ള കേസ് സൈക്കിളിൻ്റെ കേസാണ്. ഈ എലമെൻറ്റിലോട്ട് പോയി, പിന്നെ ഈ എലമെൻറ്റിലോട്ട് പോയി, പിന്നെ ഈ എലമെൻറ്റിലോട്ട് പോയി, പിന്നെ ഈ എലമെൻറ്റിലോട്ട് പോയി, പിന്നെ വീണ്ടും 3-ലെത്തി. അത് കഴിഞ്ഞ് 3-ൽ നിന്ന് വീണ്ടും 7 എടുക്കാൻ ഉള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ ലൂപ്പിൽ പെടാനുള്ള ചാൻസസ് ഉണ്ട്. ട്രീയുടെ അതേ ലോജിക്ക് നമ്മൾ ഈ ഗ്രാഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഗ്രാഫിലുള്ള ഓരോ വെർട്ടെക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് വിസിറ്റഡ് എന്ന് പറഞ്ഞ ഒരു അറേ മെയിൻറ്റെയിൻ ചെയ്യും. ഇവിടെ 1 ബേസ്ഡ് ഇൻഡെക്സിങ് ആണ്. 1 തൊട്ട് 8 വരെയുള്ള എലമെൻറ്റ്സ് ആണ്. അന്നേരം നമ്മൾ 9 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേ എടുക്കും. ഇതിലെ 0th ഇൻഡെക്സ് നമ്മൾ വെറുതെ എടുത്തിരിക്കുന്നതാണ്. വിസിറ്റഡിലെ ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ട് 8th ഇൻഡെക്സ് വരെ ഫാൾസ് ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഗ്രാഫിലുള്ള ഒരു എലമെൻറ്റ്സും നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വിസിറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ലോജിക്ക് നമുക്ക് ഈ ഒരു ഗ്രാഫിലെ ഏതൊരു വെർട്ടെക്സിൽ നിന്നും ട്രാവേഴ്സിൽ തുടങ്ങാം. ഞാൻ 1 എന്ന് പറഞ്ഞ ഈ വെർട്ടെക്സിൽ നിന്ന് ട്രാവേഴ്സിൽ തുടങ്ങാമെന്ന് വിചാരിച്ചോ. അന്നേരം ഫസ്റ്റ് ചെക്ക് ചെയ്യുക ഈ 1 എന്ന് പറഞ്ഞ വെർട്ടെക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിസിറ്റഡിലെ എലമെൻറ്റ് അത് ഫാൾസ് ആണ്. 1ൻ്റെ വിസിറ്റഡ് ഫാൾസ് ആണ്. ഫാൾസ് ആണെങ്കിൽ 1നെ പ്രിൻ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ നൈബേഴ്സ് അതുമായിട്ട് തൊട്ടടുത്തുള്ള ഒരു എഡ്ജും കൊണ്ട് കണക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് 2ഉം 3ഉം അവിടെ റിക്കേഴ്സീവായിട്ട് DFS അപ്ലൈ ചെയ്യുക. ഈ സെയിം ലോജിക്ക് തന്നെ ആദ്യം നമ്മൾ 1നെ പ്രിൻ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ വിസിറ്റഡ് നമ്മൾ ട്രൂ ആക്കും. ഇനി നമുക്ക് 1ൻ്റെ തൊട്ടടുത്തുള്ള എലമെൻറ്റ്സിനെ അറിയണം. അതെങ്ങനെയായിരിക്കും നമ്മൾ അറിയുക? അഡ്ജസൻസി ലിസ്റ്റ് ഉപയോഗിച്ചിട്ട്. അന്നേരം ഗ്രാഫ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2ഉം 3ഉം കിട്ടും. നമുക്ക് 2ഉം 3ഉം കിട്ടും. ഈ 2ലും 3ലും നമ്മൾ എന്തായിരിക്കും ചെയ്യുക? സെയിം ലോജിക്ക് തന്നെ 2ൻ്റെയും 3യുടെയും വിസിറ്റഡ്
ഫാൾസ് ആണെന്ന് നോക്കും. വിസിറ്റഡ് ഫാൾസ് ആണെങ്കിൽ അതിനെ പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഈ 2ൻ്റെയും 3യുടെയും നൈബേഴ്സിൽ നമ്മൾ DFS അപ്ലൈ ചെയ്യും. ആദ്യം നമുക്ക് 2നെ പ്രിൻ്റ് ചെയ്യാം, എന്നിട്ട് വിസിറ്റഡ് ട്രൂ ആക്കാം. ഇനി നമ്മൾ 2ൻ്റെ നൈബേഴ്സ് നോക്കും. 2ൻ്റെ നൈബേഴ്സ് എങ്ങനെ നോക്കുക? ഗ്രാഫ് ഓഫ് 2. ഗ്രാഫ് ഓഫ് 2 നോക്കുമ്പോൾ 1ഉം 4ഉം 5ഉം ആണ് 2ൻ്റെ നൈബേഴ്സ്. ആദ്യം നമുക്ക് ഈ 1 നോക്കാം. 1ൻ്റെ വിസിറ്റഡ് ട്രൂ ആണ്. അതിൻ്റെ അർത്ഥം 1ൽ ഇനി നമ്മൾ DFS അപ്ലൈ ചെയ്യേണ്ട. ഇനി നമുക്ക് 4ഉം 5ഉം ഉള്ള 4ലും 5ലും നമ്മൾ DFS അപ്ലൈ ചെയ്യും. അന്നേരം 4നെ പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വിസിറ്റഡ് ട്രൂ ആക്കും. അത് കഴിഞ്ഞ് 4ൻ്റെ നൈബർ ഏതാണ്? 2 ആണ്. 2 ഓൾറെഡി വിസിറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ 5ലോട്ട് ചെല്ലും. 5 വിസിറ്റഡ് ഫാൾസ് ആണ്. അന്നേരം 5 പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വിസിറ്റഡിനെ ട്രൂ ആക്കും. സിമിലർലി നമ്മൾ റിക്കേഴ്സീവ് ആയിട്ട് ഈ സൈഡിലും ലോജിക് അപ്ലൈ ചെയ്യും. എങ്ങനെയായിരിക്കും? ആദ്യം നമ്മൾ 3യെ പ്രിൻ്റ് ചെയ്യും, വിസിറ്റഡ് ട്രൂ ആക്കും. പിന്നെ 3യുടെ നൈബേഴ്സ് നോക്കും. 6 ഉണ്ട്, 7 ഉണ്ട്. ആദ്യം 6ൻ്റെ സൈഡിലൂടെ നമുക്ക് പോവാം. 6നെ പ്രിൻ്റ് ചെയ്യും, വിസിറ്റഡ് ട്രൂ ആക്കും. അത് കഴിഞ്ഞ് 8ലോട്ട് ചെല്ലും. 8നെ പ്രിൻ്റ് ചെയ്യും, വിസിറ്റഡ് ട്രൂ ആക്കും. പിന്നെ 7നെ പ്രിൻ്റ് ചെയ്യും, 7ൻ്റെ വിസിറ്റഡും നമ്മൾ ട്രൂ ആക്കും. ഇങ്ങനെ ആയിരിക്കും ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ഒരു ഗ്രാഫിൽ ഉപയോഗിക്കുക. ഇതിൻ്റെ കോഡ് നമുക്ക് നോക്കാം. ഡെഫ് ട്രാവേഴ്സൽ n ഗ്രാഫ്. n ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര വെർട്ടെക്സ് ഉണ്ട് ഈ ഗ്രാഫിൽ നിന്നാണ്. ഇവിടെ 1 ബേസ്ഡ് ഇൻഡെക്സിംഗ് ആണ്. എന്ന് വെച്ചാൽ 1 തൊട്ട് n വരെ ആയിരിക്കും വെർട്ടിസസിൻ്റെ നമ്പേഴ്സ്. വിസിറ്റഡ് ഈക്വൽ ടു ഫാൾസ് ഇൻറ്റു n+1. ഈ വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ അറയിലെ എല്ലാ എലമെൻസും ഫാൾസ് ആണ്. 1 തൊട്ട് n വരെയുള്ള എലമെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ അറയിലേത് ഈ ഗ്രാഫിലുള്ള n എലമെൻസും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. DFS 1 ഗ്രാഫ് വിസിറ്റഡ്. ഞാൻ ഇവിടെയുള്ള ഈ ആദ്യത്തെ ഈ നോഡിലാണ് DFS അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 1 ഉള്ളത്. പിന്നെ ഗ്രാഫും വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ അറയും പാസ് ചെയ്തു. ഡെഫ് DFS വെർട്ടെക്സ് ഗ്രാഫ് വിസിറ്റഡ്. നമ്മൾ ഇപ്പം ഒരു വെർട്ടെക്സിൽ DFS അപ്ലൈ ചെയ്യാണ്. പ്രിന്റ് വെർട്ടെക്സ്. ആദ്യം നമ്മൾ ആ വെർട്ടെക്സിനെ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് വിസിറ്റഡ് ഓഫ് വെർട്ടെക്സ് ഈക്വൽ ടു ട്രൂ. ആ വെർട്ടെക്സിനെ പ്രിന്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വിസിറ്റ് ചെയ്തുള്ളത് നമ്മൾ അതിൻ്റെ വിസിറ്റഡ് ട്രൂ ആക്കി. ഫോർ നൈബർ ഇൻ ഗ്രാഫ് വെർട്ടെക്സ്. നമ്മൾ ആ വെർട്ടെക്സിൻ്റെ തൊട്ടടുത്തുള്ള എലമെൻസിനെ അല്ലെങ്കിൽ നൈബേഴ്സിനെ ആക്സസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇഫ് നോട്ട് വിസിറ്റഡ് ഓഫ് നൈബർ. നൈബറിനെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നൈബറിൽ DFS അപ്ലൈ ചെയ്യും. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n + 2 × e ആണ്. n എന്ന് പറഞ്ഞാൽ എത്ര വെർട്ടെക്സ് ഉണ്ട് ഈ ഗ്രാഫിൽ, e എന്ന് പറഞ്ഞാൽ എത്ര എഡ്ജസ് ഉണ്ട് ഈ ഗ്രാഫിൽ. നമ്മൾ ഈ അൽഗോരിതം നോക്കിക്കഴിഞ്ഞാൽ ഓരോ വെർട്ടെക്സിനെയും നമ്മൾ ഒരു ടൈം ആയിരിക്കും വിസിറ്റ് ചെയ്യുക. എഡ്ജസിനെ 2 ടൈമും. അതുകൊണ്ടാണ് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n + 2 × e വരുന്നത്. ഇതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി എങ്ങനെയാണ് വരുന്നത്? ഒന്ന് കോൾ സ്റ്റാക്ക് വഴി, പിന്നെ ഒന്ന് ഈ വിസിറ്റഡ് അറേ വഴി. നമ്മൾ നോർമലി ഗ്രാഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫിനെയാണ്. ഡിസ്കണക്റ്റഡ് ഗ്രാഫിന് ഇങ്ങനെ പല പല കമ്പോണൻസ് കാണാം.
ഈ ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫിൽ നമ്മൾ എങ്ങനെയായിരിക്കും ട്രാവേഴ്സിൽ അപ്ലൈ ചെയ്യുക? നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ഡെപ്ത് ഫസ്റ്റ് സെർച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കമ്പോണൻറ്റിലുള്ള എലമെൻസിനെ മാത്രമേ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ഗ്രാഫിലെ എല്ലാ കമ്പോണൻസിലുമുള്ള എലമെൻസിനെ പ്രിൻ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയ നോക്കാം. ഫോർ I in range 1 to n+1 if not visited I. ഡയറക്റ്റ് ആയിട്ട് 1ൽ മാത്രം DFS അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു ഫോർ ലൂപ്പ് കൊണ്ടുവന്നു. ഈ ഫോർ ലൂപ്പിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഗ്രാഫിലുള്ള എല്ലാ എലമെൻസിനെയും നമ്മൾ ഈ ഫോർ ലൂപ്പിൽ ആക്സസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ വിസിറ്റഡ് ഫാൾസ് ആണെങ്കിൽ നമ്മൾ DFS അപ്ലൈ ചെയ്യും. നമ്മളിപ്പം 1ലാണ് DFS അപ്ലൈ ചെയ്യുന്നത് വിചാരിച്ചോ. അന്നേരം ഈ ഒരു കമ്പോണൻറ്റിലുള്ള എല്ലാ എലമെൻറ്റിൻ്റെയും വിസിറ്റഡ് ട്രൂ ആയി. ഇനി ബാക്കിയുള്ള കമ്പോണൻസിനെയും നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യണം. അന്നേരം ആ ഫോർ ലൂപ്പിൽ ഇതിലുള്ള ബാക്കി എലമെൻറ്റ്സ് എല്ലാം നമ്മൾ നോക്കും. 4, 6, 9, 10 ഇതെല്ലാം വിസിറ്റഡ് ആയിരുന്നു. പക്ഷേ 2 എത്തിയപ്പം അത് വിസിറ്റഡ് അല്ല. അന്നേരം 2 ആയിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ എലമെൻസിനെയും നമ്മൾ പ്രിൻ്റ് ചെയ്യും. പിന്നെ നമ്മൾ 5ൻ്റെ വിസിറ്റഡ് ഫാൾസ് ആണെന്ന് കാണും. അങ്ങനെ ഈ 5 ആയിട്ട് റിലേറ്റ് ചെയ്ത വെർട്ടെക്സിനെയും പ്രിൻ്റ് ചെയ്യും. നിങ്ങൾ ഓർക്കേണ്ട മെയിൻ കാര്യം, ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.